നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വാർത്തകളെ കൊണ്ട് നിറഞ്ഞൊരു ദിവസത്തേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ കാത്തിരുന്നതുപോലെ കാലവർഷം എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് മഴയായിരിക്കും, ശക്തമായ മഴയുണ്ടാകും, സംസ്ഥാനം പരക്കെ മഴയുണ്ടാകും. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്, എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകരും ഈ മഴക്കാലത്ത് വളരെ സുരക്ഷിതരായിട്ടിരിക്കുക, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ഈ മഴക്കാലവും നമുക്ക് ഒന്നിച്ച് നേരിടാം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാലവർഷത്തിന്റെ വരവ് അറിയിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ രാത്രി തോരാതെ മഴ പെയ്തു. ഇന്നലെയാണ് കാലവർഷം എത്തിയത്. മഴയുടെ തീവ്രത കണക്കിലെടുത്ത് നിരവധി ജില്ലകളിലാണ് തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള തെക്കൻ മധ്യ കേരളത്തിലെ ജില്ലകളാണ് ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നത്. കാലവർഷം എത്തിയതോടെ ഇന്നലെ വൈകുന്നേരത്തോടെ മഴ മുന്നറിയിപ്പിൽ വലിയ മാറ്റം സംഭവിച്ചു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉച്ചയ്ക്കൊരു മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കും. അതുവരെയുള്ള മഴയുടെ ഒരു തോതനുസരിച്ചാണ് ആ ഒരു മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നത്. പക്ഷേ കാലവർഷത്തിൻ്റെ വരവോടെ വൈകുന്നേരത്തോടെ വീണ്ടും പ്രവചനം മാറി മറിഞ്ഞു. ചില കൂടുതൽ ജില്ലകളിലേക്ക് കൂടി ഓറഞ്ച് അലർട്ട്, അതായത് തീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന ഒരു പ്രവചനമാണ് പിന്നീട് എത്തിയത്. സാധാരണയായി മെയ് അവസാന വാരമോ ജൂൺ ആദ്യ വാരമോ എത്താറുള്ള കാലവർഷം ഇത്തവണ കൃത്യസമയത്ത് തന്നെയാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രവചനം അനുസരിച്ച് മെയ് അവസാന വാരത്തിൽ എത്തുമെന്നായിരുന്നു. പക്ഷേ അത് 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ മാറുമെന്ന മുന്നറിയിപ്പ് പ്രവചനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തകിടം മറിഞ്ഞു. എങ്കിലും വലിയ താമസമില്ലാതെ തന്നെ കാലവർഷം എത്തിയിരിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് കാലവർഷം. അതുപോലെ തന്നെ മഴക്കെടുതികളും ഒരു വശത്തുണ്ട്. അപ്പോൾ വളരെ ജാഗ്രതയും ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലവർഷത്തിനോടൊപ്പം രൂപപ്പെട്ടിരിക്കുന്ന പ്രത്യേക അന്തരീക്ഷ ചുഴി ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. തെക്കൻ കേരള തീരത്തോട് ചേർന്ന് തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ശക്തമായ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതാണ് പെട്ടെന്നുള്ള മഴ പെയ്തു തിമിർക്കാൻ കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ നിഗമനം എത്തിയിരിക്കുന്നത്. തെക്കൻ ജില്ലകളിലാണ് കനത്ത മഴയെങ്കിൽ കാലവർഷം വടക്കൻ കേരളത്തിലേക്ക് കൂടുതൽ ശക്തിയോടെ വ്യാപിക്കും. ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും ഒക്കെ ഉള്ള ജില്ലകളുണ്ട്. കേരള തീരത്തെത്തുന്നതോടൊപ്പം തെക്ക് പടിഞ്ഞാറൻ തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കും ലക്ഷദ്വീപ്, തമിഴ്നാടിന്റെ ചില പ്രദേശങ്ങൾ, ബംഗാൾ ഉൾക്കടലിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും കാലവർഷം വേഗത്തിൽ വ്യാപിക്കും. വരുന്ന 3 മണിക്കൂറിലെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഈ 3 മണിക്കൂർ മാത്രമാണ് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് 5-ാം തീയതിയാണ്. ഏതൊക്കെ ജില്ലകളാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നോക്കാം. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7-ാം തീയതി തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 8-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തം എന്നതിലുപരി അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലർട്ടിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയുണ്ടാകും. അപ്പോൾ ഈ മഴ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നതാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് മഞ്ഞ അലർട്ട് നോക്കാം. ഈ ഓറഞ്ച് അലർട്ട് ഇല്ലാത്ത ജില്ലകളിൽ മഞ്ഞ അലർട്ട് ഉണ്ടോ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. ഇപ്പോൾ തെക്കൻ ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ മഞ്ഞ അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. 7-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 8-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജാഗ്രത വേണം. എന്തായാലും തുടർച്ചയായ മഴ അത് വലിയൊരു ഭീതി വിതയ്ക്കുന്ന ചിലയിടങ്ങളുണ്ട്. അതെവിടെയൊക്കെയാണ്? മലയോര മേഖലകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കുമൊക്കെ ഭീതികരമാണ്. പക്ഷേ ഭീതി വേണ്ട, നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളൊക്കെ സജ്ജമാണ്. ഈ മഴ മുന്നറിയിപ്പിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ ഓരോ ജില്ലകളിലും നടത്തി കഴിഞ്ഞിരുന്നു. മഴ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഭീതി വേണ്ട.
അങ്ങോട്ടേക്ക്, അതായത് അധികൃതരുടെ നിർദ്ദേശാനുസരണം അപകടകരമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഭീതി വേണ്ട, അപ്പോൾ കുറച്ച് ജാഗ്രത വേണം. മഴ മലയോര മേഖലകളെ വീണ്ടും ഭീതിയിലാഴ്ത്തുന്ന സാഹചര്യമാണ്. മുൻ വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവയിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കുക. കാലവർഷം എത്തിയതോടെ ആലപ്പുഴയിലെ വളവനാട് പ്രദേശം വീണ്ടും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമടക്കം പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ തീർത്തും ജാഗ്രത പാലിക്കേണ്ട ഇടങ്ങളിലൊക്കെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. കാലവർഷം തുടങ്ങിയ ദിവസങ്ങളിൽ തന്നെ അവസ്ഥ ഇതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴയായിരിക്കും. എന്താകും അവസ്ഥ എന്ന ഒരു ആശങ്കയുണ്ട്. അപ്പോൾ അധികൃതർ ഒരുക്കിയിരിക്കുന്ന ഇടങ്ങളിലേക്ക് സുരക്ഷിതമായി മാറേണ്ടതുണ്ട് ജനങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശത്തെ 20ഓളം വീട്ടുകാർ നിലവിൽ വെള്ളക്കെട്ട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണം തുടങ്ങിയത് മുതലാണ് പ്രദേശത്തെ ജനജീവിതം മഴക്കാലത്ത് ഇത്രയധികം ദുരിതപൂർണമായത്. അശാസ്ത്രീയമായ ഓടയുടെ നിർമ്മാണവും ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ അനാസ്ഥയും മൂലമാണ് ജനങ്ങൾക്ക് ഈ സ്ഥിതി ഉണ്ടായത്. വളവനാട് ആശുപത്രി പരിസരത്ത് വെള്ളം പടിഞ്ഞാറോട്ട് ഒഴുകി നീങ്ങുന്നതായിരുന്നു രീതി. ദേശീയപാത നിർമ്മാണം തുടങ്ങിയതോടെ വെള്ളം ഒഴുകി നീങ്ങുന്നതിന് തടസ്സമുണ്ടായി. പകരം സംവിധാനങ്ങൾ ഒരുക്കിയതുമില്ല. വർഷങ്ങളായി പരാതിപ്പെട്ടു. പക്ഷേ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തോ ദേശീയപാത അതോറിറ്റിയോ യാതൊരു നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്തില്ല എന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. മാത്രമല്ല, ഈ വെള്ളക്കെട്ട് കാരണം ത്വക്ക് രോഗങ്ങൾ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുണ്ട്. പരിസരവാസികൾക്ക് രോഗങ്ങളും പകർച്ചവ്യാധിയും കൊതുകിന്റെ ശല്യവും കാരണം ജീവിതം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം. പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യമുണ്ട്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പ്രദേശത്തെ ദുരിത ജീവിതത്തിന് അറുതി വരുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്തേക്ക് വന്ന തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. ശക്തമായ മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാലും ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതിനാലുമാണ് കഴിഞ്ഞ ദിവസം അരുവിക്കര ഡാമിന്റെ 3, 4 നമ്പർ ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിൽ കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകരും ഈ മഴക്കാലത്ത് വളരെയധികം ജാഗ്രതയോടെ സുരക്ഷിതരും ആയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.